ഞാൻ ശ്രീ കെ മണിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ശ്രീ കെ മണി, ഇന്നലെ ഈ തൃശ്ശൂരിലെ കുന്നംകുളം, ചാവക്കാട്, ഗുരുവായൂർ, കേച്ചേരി, കോട്ടോൽ, കടവല്ലൂർ, അക്കിക്കാവ്, കടവങ്ങോട്, എരുമപ്പെട്ടി എന്നൊക്കെയുള്ള മേഖലകളിൽ ആണ് ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇന്നും ഈ പറയുന്ന കേച്ചേരി, ചൂണ്ടൽ അതുപോലെയൊക്കെയുള്ള കുന്നംകുളത്തൊക്കെ ഇന്നും ഭൂചലനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇന്നലെ ഇത് അനുഭവിച്ച ഒരാൾ കൂടിയാണോ താങ്കൾ? നമസ്കാരമുണ്ട്. ഇന്നലെ കടങ്ങോട് പഞ്ചായത്തിൽ ഇന്ന് രാവിലെ ഒരു 3:55 ഇങ്ങനെ ഭൂകമ്പം ഉണ്ടായത്. ഇതേ തുടർന്ന് പടക്കം പൊട്ടുന്നൊരു സൗണ്ടും അതുപോലെ തന്നെ ഒരു ജെർക്കിങ്ങാണ് കൂടുതൽ കാണപ്പെട്ടത്. അപ്പോൾ ഞങ്ങളുടെ കടങ്ങോട് പഞ്ചായത്തിലെ മരത്തങ്കോട് AKG നഗറിൽ ഒരു മേഞ്ചേരി മോഹനൻ്റെ വീട്ടിലാണ് ഇന്നലെ വെടിയിട്ട് ഇന്ന് രാവിലെ ഉണ്ടായത്. അത് ചെമിരുകൾ വീഴുകയും അതുപോലെ തന്നെ കിച്ചണിലെ പാത്രങ്ങൾ താഴെ വീഴുകയും, ചെമിരുകൾ വിളിച്ചതിൽ ഒരു കല്ല് വീഴുകയും, ആ കല്ല് വീഴുന്ന സമയത്ത് ഒരു ഫാമിലി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, ഒരു കുട്ടി കിടന്നായിരുന്നു. അത് ഒരു തലനേരയ്ക്കാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ ഈ സൗണ്ട് കേട്ടപ്പോൾ ഇവർ വീട്ടുകാരെല്ലാവരും മുറ്റത്തേക്ക്, കുട്ടിയും അതുപോലെ തന്നെ അമ്മയും എല്ലാവരും വീട്ടിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ഉണ്ടായത്. വലിയൊരു ഭീതി തന്നെ പരത്തിയുകൊണ്ട് തന്നെ ഒരു ഭൂകമ്പമാണെന്ന് ഈ മേഖലയിൽ ഉണ്ടായത്. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ ഇങ്ങനെ തളി, ദേശാമംഗലം പ്രദേശങ്ങളിലാണ് 1.5 വർഷം 2 വർഷം കൂടുമ്പോഴേക്കും ന്യൂസിൽ കാണാറുള്ളത്. എന്തായാലും കുന്നംകുളം മേഖലയിൽ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഭൂകമ്പത്തിൻ്റെ ഒരു ഇത് വരുന്നത്. അതിവിടെ ഈ മേഖലയിൽ തന്നെ ജനങ്ങളാകെ ഭീതിയിലാണ് ഇരിക്കുന്നത്. ഇത്തരത്തിൽ വരികയാണെങ്കിൽ എന്താ ഉണ്ടാവുക എന്നുള്ളൊരു ആശങ്കയും കൂടിയാണ് ഇപ്പോൾ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ ഈ പ്രായത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഭൂകമ്പം ഇങ്ങനെ നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ കാണപ്പെടുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ജനങ്ങൾ മൊത്തത്തിൽ ഒരു ഭീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇതിപ്പോൾ ഈ വിള്ളലുണ്ടായതും അതുപോലെ പാത്രങ്ങൾ താഴെ വീണതും ഒക്കെ ഇന്നത്തെ കാര്യമാണ് താങ്കൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലേ? അതെ 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 ഇന്ന് രാവിലെ 3:55 ഉണ്ടായ ഭൂകമ്പത്തിന് ഇന്നലെയും എനിക്ക് തോന്നുന്നു ഈ കുന്നംകുളത്തൊക്കെ വീടിന് വിള്ളലുണ്ടാകുന്നതും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. വലിയ മുഴക്കം പോലെ, അതുപോലെ ജനൽ ചില്ലുകൾ വിറയ്ക്കുന്നു, അങ്ങനെയൊക്കെയുള്ള അതുണ്ടായി. ഇന്നലെ ഞങ്ങളുടെ കിടങ്ങൂര് മരത്തങ്കോട് മേഖലയിൽ ഞങ്ങളിരിക്കുമ്പോൾ തന്നെയാണ്, രാവിലെ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് അത് ഈ ഡ്രസ്സ് മേഞ്ഞ വീടായതുകൊണ്ട് വളരെയധികം നല്ല ജെർക്കിങ്ങും അതുപോലെ തന്നെ പാത്രങ്ങളും ജനാലകളിലെ ഒരു ജെർക്കിങ്ങൊക്കെ ഉണ്ടായി. പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഗതികേട് തന്നെയാണ് ഇന്നലെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇന്നലെ ഉണ്ടായ അതേ മേഖലകളിലൊക്കെ തന്നെയാണ് ഇന്നും ഇതുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങളുടെ ആശങ്ക കൂട്ടാനുള്ള കാരണം. അതെ 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 കാരണം അതെ, അടുപ്പിച്ച് വന്നപ്പോൾ ജനങ്ങൾക്ക് ആകെ ആശങ്കയിലാണ്. അതെ, അത് ഈ പുലർച്ചെ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഉറങ്ങുന്ന സമയമൊക്കെയാണ്. ഇന്നലെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരുന്നു, ഇന്ന് പക്ഷേ പുലർച്ചെയാണ്. 3:55 ഏതാണ്ട് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ്. ശരിക്ക് ഉറക്കം നടിക്കുന്ന ഒരു ഉറക്കം ഉള്ള സമയമാണ് ഈ 3:55. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എത്രയോ ജനങ്ങൾ എന്താ പറയുക, വലിയ രീതിയിൽ വരികയാണെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ചെറിയ രീതിയിലായതുകൊണ്ടാണ് ഇങ്ങനെ രക്ഷപ്പെട്ടു പോയതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉറക്കത്തിൻ്റെ സമയമാണ് ഈ 3:55. പിന്നെ രാത്രി ഒരു 11 മണിക്ക് മഴയും കൂടി ഉണ്ടായിരുന്നു. ആ മഴയ്ക്ക് ശേഷം എല്ലാവരും ഒരു ഉറക്കത്തിൻ്റെ സമയമാണല്ലോ. അതെ, ഞാൻ താങ്കളിലേക്ക് ജെർക്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് കുറച്ചും കൂടി ആൾക്കാർ അറിവിലേക്ക് വരിക. അതെ, അത് പല മേഖലകളിൽ പല വീടുകളിലും ഈ ഇത് ഉണ്ടായി എന്ന് തന്നെയാണോ? ഇന്നും ആ തരത്തിലേക്ക് തന്നെയാണോ? ഇപ്പോൾ വിള്ളലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒന്നിലേറെ വീടുകളുണ്ടോ? ഇത്തരത്തിൽ പാത്രങ്ങൾ താഴെ വീഴുന്നു, ആ തരത്തിലേക്ക് അത് അനുഭവപ്പെട്ട കൂടുതൽ വീടുകളുണ്ട് എന്നാണോ താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞത്? അത് അനുഭവപ്പെട്ട വീടുകൾ എനിക്കറിയാൻ കഴിഞ്ഞത് ആനായിക്കൽ, ഇന്നലെ ഉണ്ടായത് ആനായിക്കലും അതുപോലെ തന്നെ കൂനമൂച്ചി മേഖലയിൽ, അതുപോലെ കടങ്ങോട് വെള്ളറക്കാട് മേഖലയിൽ എങ്ങനെ അറിയപ്പെടാൻ കഴിഞ്ഞത്. ഇന്നുണ്ടായപ്പോൾ ഈ വെള്ളറക്കാട് മേഖലയിൽ ഇതുപോലെ ഒരു വീടിൻ്റെ ഇതിൽ അവർ CCTV ക്യാമറയിൽ അതിൻ്റെ സൗണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. റെക്കോർഡിങ് വെച്ചതിൻ്റെ ഭാഗമായിട്ട് ആ ജെർക്കിങ്ങിൻ്റെ ആ ഒരു സൗണ്ടിൻ്റെയും അതുപോലെ തന്നെ ആ ജെർക്കിങ്ങിൻ്റെയും എഫക്റ്റ് കാണാൻ പറ്റി. അതെ, ഇപ്പം നമ്മൾ ഈ ദൃശ്യത്തിൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന സ്ക്രീനിൽ ഈ ഒരു ആന, കിടന്നുറങ്ങുന്ന ആന ഈ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് ചാടി എഴുന്നേൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഈ പക്ഷിമൃഗാദികൾക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിന് തൊട്ട് മുമ്പ് അത് അറിയാൻ കഴിയും
എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ തന്നെയും ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ടായിരുന്നു ഇതിന് തൊട്ട് മുമ്പായിട്ട് പൂച്ചയും പട്ടിയും ഒക്കെ പെട്ടെന്ന് വീടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഓടിയൊരു വല്ലാത്തൊരു പരിഭ്രാന്തി അവരിലൊക്കെ ദൃശ്യമായിരുന്നു.